നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു മാങ്ങാച്ചാറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെ വെള്ളമയമെല്ലാം ഒരു ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ച് കളയാം. ഇപ്പോൾ വെള്ളമയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം, മാങ്ങയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങയൊന്ന് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, മാങ്ങ നല്ല പുളിയുള്ളതായതുകൊണ്ട്. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ കടുകൊന്ന് ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായിരിക്കുന്നു.